മെഡിറ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സനോജ്. നമ്മുടെ വിഷയം പ്രകൃതി ചികിത്സയും സൗന്ദര്യ സംരക്ഷണവും. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് താരനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ എന്താണ് താരൻ എന്ന് പറഞ്ഞു അല്ലെ? അതൊരു സ്കിൻ തന്നെയാണ് അല്ലെ, ഒരു ലെയർ തന്നെയാണെന്ന് പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്നത്? അത് ഡ്രൈ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പുള്ള താരനുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. പിന്നെ ഇതിനകത്ത് മെയിൻ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് അത് വരുന്നുള്ള റീസൺസ്. ഉദ്ദേശിക്കുന്നത് ചിലത് ഇങ്ങനെ പൊടിയായിട്ടും ഉണ്ട്, ചിലത് ഇങ്ങനെ പൊറ്റയായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് ഒരു സോറിയാസിസ് പോലെ ആകുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ ശരിക്കും ഇത് കെയർ ചെയ്തില്ലെങ്കിൽ സോറിയാസിസ് വരും ചാൻസസ് ഉണ്ട്. 100% ഷുവർ. പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, അമിത ചൂട് ഒരാൾക്ക് ശരീരത്തിൽ കൂടുതലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. പിന്നെ നമ്മള് ഇപ്പൊ രാവിലെ എല്ലാരും ധൃതി വെച്ചാണ് ഓരോ കാര്യത്തിന് ചെയ്യുന്നത്. കുളിക്ക് അത്രയും സമയം എടുക്കുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൈവെള്ള, അതായത് കൈയുടെ വിരലില് തുമ്പയില് ശരിക്ക് നല്ലതായിട്ട് തേച്ച് കുളിക്കുമ്പോ അത് ശരിക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ വേർപ്പിന്റെ ഇത് ശരിക്കും ഇതിങ്ങനെ വന്ന് ഒലിച്ച് വായില് വരാറുണ്ട്. സാധാരണ കുളിക്കുമ്പോ അങ്ങനെ വരും. അപ്പൊ അത് നമുക്ക് നല്ലതായിട്ട് പച്ചവെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി ശേഷമാണ് ഈ താരം വരില്ല. നീറ്റ്നെസ് ആണ് ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞു വൃത്തിയില്ലായ്മയെന്ന് ചിലർ പറയുന്നത്, പക്ഷെ ചിലർ നല്ല വൃത്തിയുള്ളവരായിരിക്കും, പക്ഷെ അവർക്കും ഉണ്ട് ചാൻസ്. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? നാദിര? നാദിര വളാഞ്ചേരി, മലപ്പുറം ജില്ല. ഓക്കെ, ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ നാദിര. ഹലോ, പറഞ്ഞോളൂ. എന്റെ മോത്തെ 10ാം ക്ലാസ് മുതൽ ഉണ്ടായതാ കുരുവാണ്. അപ്പൊ ഇതുവരെ മാറിയിട്ടില്ല. ഡോക്ടർ കാണിച്ചു 2-3 മാസം കാണിക്കാൻ പറഞ്ഞിരുന്നു. എന്റെ കുരുവാണ്. 2 മാസമേ പോയിട്ടുള്ളൂ. ഓരോ പ്രശ്നമായ കാരണം. മോടെ തലയിൽ താരനുണ്ടോ? ഇല്ല, ഇടക്ക് ഉണ്ടാവും. തലയിൽ താരനുള്ളോണ്ടാണ് വരുന്നത്. പൂർണ്ണമായും താരന്റെ ട്രീറ്റ്മെന്റ് എടുത്താലേ ശരിയാവുള്ളൂ. അതെ, അപ്പൊ താരന് മോള് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ഈ ഇത് കഴിയുമ്പോ നമ്പർ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് എന്നെ വിളിച്ചിട്ട് ആ ട്രീറ്റ്മെന്റ് 4 പ്രാവശ്യമേ ഉള്ളൂ വന്നെടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി ആദ്യം തന്നെ അത് ഇടുമ്പോ പൂർണ്ണമായി പോവും. അത് പിന്നെ 4 സിറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടിയാണ്, റൂട്ട് ഓഫ് ചെയ്ത് പോവാൻ വേണ്ടിയാ അതിടാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ മുഖത്തെ കുരു മാറും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ താരനെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ താരന്റെ കാരണവും പറഞ്ഞു. അപ്പൊ ദിവസം കുളിക്കുമ്പോൾ വൃത്തിയായിട്ട് തല, അപ്പൊ ഈ ഷാമ്പു ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞുതരാം. ഷാമ്പു ഇന്നത്തെ പിള്ളേർ ശരിക്കും പറഞ്ഞ് ഞാൻ കാണുന്നത് ഷാമ്പു പറപ്പിച്ച് ഇപ്പൊ ഭയങ്കരമായിട്ട് എണ്ണമയം ഇന്ന് ശരിക്കും ബോഡിയിൽ തലയിലില്ല എന്നുള്ളത്. പണ്ടുള്ളവരാണ് അത് പൊത്തി വെച്ച് കുളിച്ച് നല്ലൊരു ഇതൊക്കെയായിരുന്നു, ചെമ്പരത്തി താളി വെച്ച് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് അതൊന്നും ഇല്ലാതെ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ അവരെ ഓർക്കും നമ്മൾ അവരെ കുറ്റം പറയുന്നത്. അല്ല, ഷാമ്പൂവിന് ശരിക്കും പറഞ്ഞ കെമിക്കൽസ് ആണ് അതിനകത്തുണ്ട്, നല്ലതായിട്ട് കെമിക്കൽസ് ഉണ്ട്. കാരണം വെച്ചാൽ അത് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ തലമുടി അത്ര സോഫ്റ്റ് ആവത്തില്ല. അതേസമയം ഈ മരുന്ന് ഇട്ട് നമ്മളൊന്ന് കഴുകി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ സോഫ്റ്റ് ആ മുടി. അല്ല, എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മരുന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എങ്കിലും അതും ഇതുപോലെ ആയുർവേദ അരച്ച് ഇലകൾ, ആയുർവേദ അതെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ്. അത് 42 കൂട്ടമുള്ള പച്ചമരുന്നാണ്. അത് ഇതുപോലെ എടുത്ത് അന്നേരം തന്നെ നമ്മൾ അരച്ച് അന്നേരം തന്നെ തലയിലിട്ട് 1 മണിക്കൂർ കഴിയ ശേഷം കഴുകും. പക്ഷെ അതിനകത്ത് ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ കഴുകി കഴിയുമ്പോൾ മുഖം നല്ലതായിട്ട് വെളുക്കും എന്നുള്ളതാണ്. നല്ലൊരു ഉപദേശം. ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഗോപിയാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ ഗോപി. ഞാൻ വടക്കഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ, എനിക്ക് എന്റെ വലത് കണ്ണിന്റെ പിരിയുടെ താഴെ ചെറിയൊരു മുഴ ഒരുപാട് വർഷങ്ങളായി മാഡം. മുഴയോ? ചെറിയതായിട്ട്, വളരെ നെയ്സായിട്ടുണ്ടെങ്കിൽ ഒരു 4 മാസമോ 3 മാസമോ കഴിയുമ്പോ അതിനകത്തുനിന്ന് കുറച്ച് ദ്രാവകം ചെറിയതായിട്ടൊരു മുഴ വലത് കണ്ണിന്റെ പിരിയുടെ താഴെ. അപ്പൊ അത് എന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. അത് ശരിക്കും അത് എക്സാം ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അത് ശരിക്കും അതെന്താണ്, എവിടാണ്. ഇപ്പൊ കണ്ണിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ ഉണ്ട്. അത് ശരിക്കും ഡോക്ടേഴ്സിന് ആ പൊസിഷൻ കാണുമ്പോൾ അറിയത്തുള്ളൂ. മനസ്സിലായോ? കണ്ണിന്റെ താഴെ എന്ന് പറയുമ്പോ അതിനൊരു പൊസിഷൻ ഉണ്ട്. അതെ, പിരിയുടെ താഴെ ആണെങ്കിലും അതിന്റെ ഒരു ഇപ്പൊ വെയിൻസ് അതിന്റെ ഇടയ്ക്കുണ്ടോ എങ്ങനെയാണെന്നുള്ളത് അറിയണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
അപ്പൊ നമ്മൾ അത് കണ്ട് ഒന്ന് എക്സാം ചെയ്ത് നോക്കണം, അതെന്തോ പഴുപ്പാണോ അതെന്തോ സ്വെല്ലിംഗ് ആണോ, അതോ പഴുത്തിരിക്കുകയാണോ അതിനകത്ത്, അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസസ് അതൊന്നീ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമ്മൾ താരന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ ആ മരുന്ന് തേച്ച് ഇരിക്കണം എന്ന് പറഞ്ഞു. ഇത് എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും? ഒരു പ്രാവശ്യം ഇടുമ്പോഴേ താരം മാറും. അത് ഒരുമാതിരിപ്പെട്ടവരുടെ, അതായത് ഇപ്പൊ ഒരു 100%-ൽ 50% മാറും. പിന്നെ നമ്മളത് അവരോട് പറയും 4 സിറ്റിംഗ് എടുക്കാൻ. കാരണം വെച്ചാൽ 2 സിറ്റിംഗ് 3 സിറ്റിംഗ് എടുക്കുമ്പോഴേ ഈ കുരുക്കൾ, മുഖത്തെ കുരു എല്ലാം മാറും. അതായത് എല്ലാ ആഴ്ചയിലും ഒന്ന് വെച്ച് അങ്ങനെ. അപ്പൊ മാക്സിമം 1 മാസം ചെയ്യാം. മാക്സിമം 1 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല താരൻ? ഇല്ല. പിന്നെ അതിനുശേഷം എന്തെങ്കിലും അവരെ പ്രിക്കോഷൻസ് എടുക്കാനുണ്ടോ വരാതിരിക്കാൻ? നമ്മൾ അതിന് ആ സമയത്ത് അവരോട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ കുളിക്കണം, ഇങ്ങനെ രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അവർ എടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. എടുക്കാത്തവരുണ്ട് ഇപ്പം. കാരണം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ ചിലപ്പോൾ ചില സമയത്ത് എടുക്കുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, 1 മാസം കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കും എങ്ങനെയുണ്ട്. ഇല്ല ഡോക്ടറെ, കുഴപ്പമില്ല, മരുന്നില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും അത് വളരെ സന്തോഷം, നല്ലൊരു കാര്യമാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുഖം കൂടെ വെളുക്കാറുണ്ടെന്ന്. അതിന്റെ എഫക്റ്റ് ആയിരിക്കും? അത് എഫക്റ്റ് ആണ്. അത് ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് ഓടുന്നതാണ്. പിന്നെ അതുപോലെ ടെൻഷൻ നല്ലതായിട്ട്, ഇപ്പൊ നല്ലൊരു ഇപ്പൊ ടെൻഷൻ ഉള്ളവർ ഇപ്പൊ എന്റെ അടുത്ത് വന്നാല്, ഇപ്പൊ ഈ അടുത്തിടയിൽ ഒരു കുട്ടി തലവേദനയായിട്ട് കയറി വന്നതാ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് തലവേദന, ഞാൻ പൊക്കോട്ടെ ഡോക്ടർ, ഇന്ന് വേണ്ട. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വെക്കാം, പനിയൊന്നും ഇല്ലല്ലോ. പനി ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തില്ല. തൊണ്ടവേദനയോ പനിയോ ചുമയോ ഉണ്ടെങ്കിൽ ഈ മരുന്ന് പറ്റത്തില്ല, അനുസരിച്ച് തണുപ്പുള്ളതുകൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇല്ല, എന്നാ ഞാൻ വെച്ചേക്കാം, ഡോക്ടറിന്റെ നിർബന്ധത്തിൽ വെച്ച്. ഞാൻ കഴിഞ്ഞപ്പോ എങ്ങോട്ട് പോയി എന്നറിയില്ല, തലവേദന ഭയങ്കരമായിട്ട് അതിന് മാറി. ആ കുട്ടിക്കും വിശ്വാസമായി. പിന്നെ ഇതിലോട്ട് ആ കുട്ടി 4 സിറ്റിംഗ് എടുത്ത് വളരെ സന്തോഷമായിട്ട് പോയി. പിന്നെ ഡിപ്രഷൻ നല്ലതായിട്ട് മാറും. ഓക്കെ ഡോക്ടർ, അതിലേക്ക് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലിമ. എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം ജില്ലയിൽ നിന്ന്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എന്റെ മുഖത്ത് ഡോക്ടർ, എന്റെ മുഖത്ത് കറുത്ത പടർന്ന കറുപ്പ് 15 വർഷത്തോളം കഴിഞ്ഞ് കറുത്ത പടർന്ന കറുപ്പ് തുടങ്ങിയിട്ട്. അതിന് ഡോക്ടേഴ്സിനെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? അവരത് പ്രകൃതിയാ ഉള്ളൊരു മറുകാണെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ പറഞ്ഞ് അതിന് പിന്നെ തിരുവനന്തപുരത്ത് വേറൊരു ഡോക്ടറെയും കാണിച്ചായിരുന്നു. അപ്പൊ അത് ഇതുവരെ മാറിയിട്ടില്ല. ആ ഡോക്ടർ അത് മാറ്റിയെടുക്കാൻ പറ്റുമോ ഡോക്ടർ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് മറുകാണെന്ന് കൺഫേം ആക്കിയ ഡോക്ടേഴ്സ്? അത് അവിടെ ഓയിൽമെന്റ് തരാമെന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചില്ല. മേടിച്ചില്ല അല്ലേ? ഓയിൽമെന്റ് വന്നാലും അതിട്ട് തേച്ച് കഴിഞ്ഞാൽ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അന്നേരം തേച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 50 വയസ്സാവും. 50 വയസ്സ്. 15 വർഷമായി തുടങ്ങിയിട്ട് അല്ലേ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പാട് കാണാതെ പറയാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനത്തെ കറുത്ത മറു പോലാണോ എന്തോ ആണെന്നുള്ള ശരിക്കും എക്സാം പടർന്നാണ്. പക്ഷെ അത് കണ്ടാലേ പറ്റുള്ളൂ. പക്ഷെ സാധാരണ കറുത്ത പാടാണെങ്കിൽ പോവും, നല്ലതായിട്ട് പോവും. കാരണം വെച്ചാൽ അത് ഗ്യാരണ്ടിയാ. പിന്നെ എനിക്ക് ഇതെന്താന്ന് കാണാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സാധാരണ ചിലരുടെ മുഖത്തൊക്കെ പടർന്ന കറുപ്പ് വരുന്ന കണ്ടിട്ടില്ല. അങ്ങനെ വരുന്നത് മാറും. അത് ഫേഷ്യൽ പഴകിയെന്ന് മാത്രമേ ഉള്ളൂ. പഴയെന്ന് മാത്രമേ ഉള്ളൂ അല്ല. അപ്പൊ അത് മാറും കേട്ടോ. അത് ഫേഷ്യൽ ചെയ്താൽ മതി. അത് ക്ലിനിക്കിൽ വരണം. എവിടെ അത് തിരുവല്ല. മാറ്റിത്തരാൻ കഴിയുമോ? മാറ്റിത്തരാൻ കഴിയും. ഞാൻ എന്നെ കൊണ്ടാവുന്നതാണ് ചെയ്തു തരാം. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമ്മളിപ്പോ തലമുടിയിൽ താരനെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ താരൻ തന്നെയാണ് പലപ്പോഴും മുടി കൊഴിച്ചിലിനും കാരണമാവുന്നത് അല്ലേ? പലപ്പോഴും. അപ്പൊ നമുക്ക് അങ്ങോട്ട് വരാം. ഇപ്പൊ ഈ മുടി കൊഴിയുന്ന എന്തുണ്ട്? കഷണ്ടി, അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്? ഉണ്ട്. കഷണ്ടിക്ക് നമ്മൾ പച്ചമരുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ മുടി അതിന്റെ കൂടെ കിളുത്ത് വരുന്നുണ്ട്. താരന് വേണ്ടി നമ്മൾ ചെയ്യുന്ന. പക്ഷെ ആ താരന്റെ മെഡിസിൻസ് ഒരു പക്ഷെ വളരുന്നതിന്റെ ഇതിനകത്തുണ്ട്. അതായിരിക്കാം മേ ബി ചാൻസ്. അപ്പം ഇത് നമ്മൾ ഈ താരൻ ഒരു 2-3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ, ചിലരുടെ ഒറ്റ സിറ്റിംഗിൽ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അടുത്ത സിറ്റിംഗ് ഒരാഴ്ച കൊടുക്കും നമ്മൾ ഗ്യാപ്പ്. അതിൽ നല്ല നമ്മൾ പിരിയം കിളുത്ത് വരില്ല, അതുപോലെ വരും. ആ സ്പോട്ടിൽ തന്നെ വരും. അത് നമുക്ക് സ്ഥലത്ത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചരിഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റും.
അവരുടെ ഇത് കിളിച്ചു വരുന്നത്. യെസ്. എനിക്കിപ്പം സാധാരണ എനിക്ക് വന്ന കേസസ് എല്ലാം ഇത്രയും മുടിയുള്ളവരാ, ഈ ഭാഗത്ത് പോയവരാ വരുന്നത്. ചിലർ ഇവിടെ ഇങ്ങനെ, ചിലരുടെ ഇത്രയും ബാക്കില്. ആണിങ്ങട്ടെ അവരുടെ എല്ലാം കിളിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ചിലരുടെ ബാക്ക് റൗണ്ടില്, ചിലപ്പോ മുന്നിൽ ഇങ്ങനെ. അങ്ങനെ 60 വയസ്സുള്ള സ്ത്രീയുടെ വരെ പോയിട്ട് അത് കിളിച്ചിട്ടുണ്ട്. ആണുങ്ങളുടെ 45 വരെ എനിക്ക് വന്നിട്ടുള്ളൂ. 45 വയസ്സുള്ളവരുടെ വരെ കിളിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നെയ്യാർലങ്ങരയിലാണ്. ശാന്ത. എന്റെ മകൾക്ക് വേണ്ടി ഡോക്ടറോട് സംസാരിക്കാൻ. പറഞ്ഞോളൂ. എന്റെ മകൾക്ക് 30 വയസ്സുണ്ട് ഇപ്പോഴേ. കല്യാണം കഴിഞ്ഞ 2 കുട്ടികളും ഉണ്ട്. ഞങ്ങൾ നേരത്തെ ഡൽഹിയിലായിരുന്നു അവിടെ ജനിച്ചതൊക്കെ. അപ്പം ഡൽഹിയിൽ നിന്ന് അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾ കേരളത്തിൽ വന്നത്. കേരളത്തിൽ വന്ന് അപ്പൊ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് പിടിക്കാത്താണോന്ന് അറിയത്തില്ല. ഈ തലയിലൊക്കെ ചൊറി ചെരങ്ങ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഒരു ആയുർവേദ ഫാർമസി കാണിച്ച്, ശ്രീകൃഷ്ണ ഫാർമസി കാർത്തികപ്പള്ളി, മനസ്സിലായി. അവിടെ കാണിച്ചപ്പോഴേ ഈ മഞ്ഞളും ഈ വേപ്പിലയും കൂടെ വെള്ളം തിളപ്പിച്ച് കഴുകാൻ പറഞ്ഞു. അപ്പൊ എനിക്കറിയത്തില്ല, ഞാൻ തല മൊത്തം അതുകൊണ്ട് കഴുകി, അറിയാൻ വയ്യാതെ. അപ്പം അത് കഴിഞ്ഞപ്പോ ഇപ്പൊ മുടി പൊഴിഞ്ഞോണ്ടേ ഇരിക്കുവാ, കിളിക്കത്തില്ല, മുടി കിളിക്കുന്നില്ല. അത് എന്റെ മോൾക്ക് വലിയൊരു പ്രയാസമായിട്ടാ ഇപ്പൊ ഇരിക്കുന്നത്. അവളുടെ മുടി, പക്ഷെ അവിടെ ഇളയതുണ്ട്, അവൾക്ക് നല്ല മുടിയുണ്ട്. ഇവക്ക് കൊച്ചിലെ നല്ല മുടിയായിരുന്നു ഡൽഹി വെച്ച്. ഇപ്പോഴത് അമ്മ ഇത് നിസ്സാര കാര്യമായി പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് ഇത് ഈ പച്ചമരുന്ന് ഇട്ട് കഴിഞ്ഞാൽ മുടി ഒഴിച്ചിൽ നിൽക്കും കേട്ടോ. ഇത് നിസ്സാര കാര്യം. കാരണം ചില കേസസ് ഇങ്ങനെ ഇപ്പൊ ഈ അമ്മ പറഞ്ഞ പോലെ വേപ്പിലയും മഞ്ഞളും ഇട്ട കേസസ് വന്നിട്ടുണ്ട്. മുടി ഒഴിഞ്ഞും പോയിട്ടുണ്ട് ചിലരുടെ. അത് ചിലരുടെ മുടി പൊഴിയത്തില്ല. അതുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? അത് ആ ഡോക്ടറിന്റെ കുഴപ്പമല്ല, അത് ഓരോരുത്തരും സ്കിന്നിന്റെയും അതിന്റെ അനുസരിച്ച് വേണം നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാനേ. അപ്പൊ അത് പറ്റിപ്പോയത് അമ്മയുടെ സ്കിന്ന് ചിലപ്പോ അതുമായിട്ട് യോജിപ്പല്ലായിരിക്കും. മനസ്സിലായോ? അതിൽ നിന്ന് പറ്റിപ്പോയതാണ്. അത് അമ്മ ക്ഷമിച്ചിട്ട് ഇതിന് ഇപ്പൊ ഏതായാലും പച്ചമരുന്നുണ്ട് ഈ ട്രീറ്റ്മെന്റിന്. അതുപോലെ മുടി ഉള്ളവരാണെങ്കിൽ മുടി തളർച്ച വളരാൻ ചാൻസ് സാധിക്കും കേട്ടോ. അതിന് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് 1 മണിക്കൂർ ഈ ട്രീറ്റ്മെന്റ് ഇട്ട് ഇരിക്കണം. ഇരുന്ന് കഴുകി കളഞ്ഞ ശേഷം പൊക്കോളൂ. അടുത്ത ആഴ്ച പിന്നെ അങ്ങനെ 4 പ്രാവശ്യം ചെയ്യണം. അത്രേ ഉള്ളൂ. ഡോക്ടർ, അത് മോളെ ലീവിന് വരുന്ന മദ്രാസിൽ നിന്ന് വരും. അവളെ വിവാഹം കഴിച്ച അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ, അവർക്ക് അവിടെ ബിസിനസ്സാ. അപ്പൊ ഇനി വെക്കേഷനേ വരത്തുള്ളൂ. മതി, വെക്കേഷൻ ഏപ്രില് മതി. അപ്പൊ അല്ലെങ്കിൽ പിന്നെ അവരോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഡോക്ടറുടെ ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി. മതി. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടരും.